നമസ്കാരം കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ദാമോദരമൂർത്തി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല തട്ടിച്ച് ഗുണ്ടപ്പനായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ അടുത്തെത്തുന്നവരെ ഞാൻ ഉരല് കണ്ടില്ല. ഉരല് നല്ല വലിയ ഉരല് തന്നെയായിരുന്നു. പക്ഷെ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഭംഗിയിൽ അങ്ങനെ ലയിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ ഉരലുള്ളത് കണ്ടില്ല. അപ്പം അടുത്തെത്താറായപ്പോഴാണ് ദാമോദരനാണ് എന്ന് അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു തന്നത്. അപ്പോഴാണ് ആ ഉരല് ഞാൻ കാണുന്നത്. എന്തായാലും നല്ല സുന്ദരനായിട്ടുള്ള ദാമോദരൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീഹരണം ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലീനിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരീദാഹനം, പശ്ചാൽ രാവണകുംഭകർണഹനനം. ഏതദ്ധി രാമായണം. ഏകശ്ലോകി രാമായണാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം, ശ്രീരാമൻ എത്ര വർഷമാണ് വനവാസം ചെയ്തത്, ആരുടെ പ്രേരണയാലാണ് വനവാസത്തിന് ഇറങ്ങി തിരിച്ചത്, ആരെല്ലാമാണ് വനവാസകാലത്ത് ശ്രീരാമനെ അനുഗമിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ ഇതിൽ ശ്രീരാമദേവൻ സീതാദേവിയെ വിവാഹം കഴിച്ച് ഏതാണ്ട് 12 വർഷത്തിലധികം അവർ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷമാണ് ഈ ഒരു ശ്രീരാമ പട്ടാഭിഷേകം എന്ന ഒരു തീരുമാനത്തിലേക്ക് ദശരഥ മഹാരാജാവ് എത്തിച്ചേരുന്നത്. ഈ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് കേട്ടതും എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഏറ്റവും അധികം സന്തോഷിച്ചത് കൈകേയി മാതാവായിരുന്നു കേട്ടോ. ഭരതൻ്റെ അമ്മയാണെങ്കിൽ പോലും ശ്രീരാമൻ 4 പേരോടും ഈ 3 അമ്മമാർക്കും ഒരുപോലെ സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈകേയി മാതാവിന് ശ്രീരാമദേവൻ അടുത്ത മഹാരാജാവായിട്ട് അല്ലെങ്കിൽ യുവരാജാവായിട്ട് അഭിഷിക്തനാവാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. എന്താ പറയുക, വരണവരോടും പോണവരോടും മുഴുവൻ രാമകഥകൾ പറയുന്നു, രാമകഥകൾ പാടുന്നു. അതുപോലെ എൻ്റെ രാമൻ, എൻ്റെ ഉണ്ണി ഇതാ നാളെ തന്നെ എന്താ പറയുക പട്ടാഭിഷേകം ആവാറായി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ തുള്ളിച്ചാടുക എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഭരതൻ അവിടെ ഉണ്ടായിരുന്നില്ല. അത്രേ ഭരതൻ കേകയത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അതായത് കൈകേയി മാതാവിൻ്റെ രാജ്യത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. കൈകേയി മാതാവിൻ്റെ അച്ഛൻ വിളിച്ചതിന് പ്രകാരമാണ് ഭരതൻ അങ്ങോട്ട് പോയത്. അതായത് മുത്തശ്ശൻ, അമ്മയുടെ അച്ഛൻ അങ്ങോട്ട് വിളിപ്പിച്ചതിന് പ്രകാരം അങ്ങോട്ട് പോയതായിരുന്നു അത്രേ ഭരതൻ. അപ്പോൾ ഭരതൻ അവിടെ ഇല്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നു എന്ന് അറിഞ്ഞതും വലിയ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അപ്പോൾ മന്ധര എന്നൊരു ദാസി ഉണ്ടായിരുന്നു ഈ കൈകേയിക്ക്. അപ്പോൾ മന്ധരയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വല്ലാതെ സന്തോഷത്തിൽ തുള്ളിച്ചാടുമ്പോൾ മന്ധര ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ സന്തോഷമൊന്നും ഉണ്ടാവില്ല, കാരണം കൈകേയി മാതാവിൻ്റെ മകനല്ലല്ലോ ശ്രീരാമൻ എന്ന് ചോദിച്ചു. കൈകേയിക്ക് അങ്ങോട്ട് ദേഷ്യം കലശലായി വന്നു. കൈകേയി വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിച്ചു അത്രേ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? രാമൻ എൻ്റെ പുത്രനല്ലാന്നോ? രാമനും എൻ്റെ പുത്രനാണ്, ഭരതനും എൻ്റെ പുത്രനാണ്, ലക്ഷ്മണനും ശത്രുഘ്നനും ഒക്കെ എൻ്റെ പുത്രന്മാരാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ എന്നൊക്കെ ചോദിച്ച് വല്ലാത്ത ബഹളം വെച്ചു. പക്ഷെ ആ സമയത്ത് മന്ധര പല തരത്തിലും ഉപദേശം നൽകിയിത്രേ. അത് ശരിയല്ല, ഭരതനല്ലേ കിട്ടേണ്ടത്, അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞു. എന്നാൽ അപ്പോഴൊന്നും കൈകേയിക്ക് മനസ്സ് മാറിയില്ല. എല്ലാ മക്കളും എനിക്കൊരുപോലെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അവസാനം മന്ധര ചോദിച്ചു അത്രേ, ശരി, പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന പല നല്ല കാര്യങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും യാഗം യജ്ഞം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്കൊക്കെ രാജമാതാവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പോൾ രാജമാതാവ് വരൂ എന്ന് പറയുന്ന സമയത്ത് കൗസല്യയാണോ അതോ കൈകേയിയാണോ, ആരാണ് പോവുക എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഒരു സപത്നി പോരെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ അപ്പോഴാണ് ചിന്തിച്ചത്, രാജമാതാവ് എന്ന് പറയുമ്പോൾ ആ സ്ഥാനം എനിക്ക് എന്തായാലും കിട്ടില്ല, അപ്പോൾ അത് എന്തായാലും കൗസല്യ തന്നെയായിരിക്കും. അങ്ങനെ ആലോചിച്ചപ്പോൾ കൈകേയിക്ക് തോന്നിയിത്ര അത് ശരിയല്ലേ എന്ന്.
എന്താ പറയുക, കലി ബാധിച്ച നിമിഷമൊന്നും എന്താ പറയേണ്ടതെന്ന് ശരിയാ കേട്ടോ. എന്തായാലും ആ ഒരു നിമിഷം ആ അമ്മയ്ക്ക് തോന്നി അത് ശരിയാണ് എന്ന്. അപ്പോൾ അമ്മ ആലോചിച്ചു, പണ്ട് ദശരഥ മഹാരാജാവ് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ ചക്രത്തിലെ ആണി, അതായത് രഥചക്രം ഉറപ്പിച്ചു നിർത്തുന്ന ആണി ഇളകിപ്പോയിത്രേ. ആ ഇളകിപ്പോയ സമയത്ത് സ്വന്തം വിരൽ അതിനിടയിൽ വെച്ചുകൊണ്ട് ആ രഥം താഴ്ന്നു പോവാതെയും രഥത്തിൻ്റെ ഒരു ചക്രം നഷ്ടപ്പെട്ടാൽ രഥത്തിന് കേടുപാട് സംഭവിച്ച രാജാവിന് പരിക്ക് പറ്റാൻ ഇടയുണ്ട്. അത് മതി, അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് മതി ഇദ്ദേഹം എതിരാളിയോട് തോൽക്കാനായിട്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് കൈകേയി മാതാവ് തൻ്റെ സ്വന്തം വിരൽ ആ ഒരു രഥചക്രത്തിൻ്റെ ആണിയായിട്ട് വെച്ചിട്ട് അതികഠിനമായ വേദന സഹിച്ചുകൊണ്ട് തന്നെ രാജാവിന് ആ യുദ്ധം ജയിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. ആ ഒരു സഹായം ചെയ്തതിന് പകരമായിട്ട് ദശരഥ മഹാരാജാവ് കൈകേയി മാതാവിനോട് ചോദിച്ചിരുന്നു, എന്തെങ്കിലും 2 വരം ചോദിച്ചോളൂ എന്ന്. ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ലെങ്കിൽ ആലോചിച്ച് പതുക്കെ ചോദിച്ചാൽ മതി, യുദ്ധമുഖത്ത് നിന്ന് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. കൈകേയി അത് ചിരിച്ച് തള്ളുകയും ചെയ്തോളൂ, പ്രത്യേകിച്ച് വരമൊന്നും ചോദിച്ചില്ല. പക്ഷേ ഈ ഒരു സന്ദർഭം വരം ചോദിക്കാൻ പറ്റിയ സന്ദർഭമാണ് എന്ന് അമ്മയ്ക്ക് തോന്നിയിത്രേ. അപ്പോൾ അമ്മ ദശരഥ മഹാരാജാവ് വരുന്ന സമയത്ത് ക്രോധാകാരത്തിൽ പോയി കിടന്നു എന്നാണ് പറയുന്നത്. ക്രോധാകാരം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് മഹാറാണിമാർക്കൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് അവർക്ക് വിശ്രമിക്കാനായിട്ട് ഒരു പ്രത്യേക ഏരിയ ഉണ്ട് അത്രേ, അതിനെയാണത്രേ ക്രോധാകാരം എന്ന് പറയാം. അപ്പോൾ എന്തിനാണ് മഹാറാണി ഇത്രയും സന്തോഷം നിറഞ്ഞ ഈ ഒരു സന്ദർഭത്തിൽ ക്രോധാകാരത്തിലൊക്കെ പോയി അഭയം പ്രാപിക്കുന്നത് എന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ദശരഥ മഹാരാജാവ് ഈ ക്രോധാകാരത്തിലേക്ക് ചെന്നു. ആ സമയത്ത് കൈകേയി മാതാവ് ഇങ്ങനെ 2 വരങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, ശ്രീരാമനല്ല പട്ടാഭിഷേകം നടത്തേണ്ടത്, ഭരതനാണ്. അത് എൻ്റെ അച്ഛന് പണ്ട് എന്നെ വിവാഹം ചെയ്യുന്ന സമയത്ത് അങ്ങ് കൊടുത്ത വാക്കാണ്, കൈകേയിൽ എനിക്ക് പിറക്കാൻ പോകുന്ന പുത്രന് രാജ്യാവകാശം ഞാൻ നൽകുന്നതാണ് എന്ന്. അപ്പോൾ ദശരഥൻ പറഞ്ഞു, അന്നെനിക്ക് പുത്രന്മാരില്ല, കൗസല്യ പ്രസവിച്ചിട്ടില്ല, പുത്രൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആദ്യം ജനിക്കുന്ന പുത്രൻ ആരാണോ അവർക്ക് രാജ്യം കൈമാറണം എന്നുള്ള നിയമം ഞാൻ അവിടെ ഉപയോഗിക്കാം എന്ന് കരുതിയെന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ആദ്യം ജനിച്ച പുത്രൻ ശ്രീരാമനാണ് എന്ന നിലയിൽ ശ്രീരാമന് വേണ്ടേ രാജ്യം കൊടുക്കാൻ പറ്റില്ല, എൻ്റെ മകൻ ഭരതന് തന്നെ നൽകണം എന്ന് പറഞ്ഞു. 2ാമത്തെ വരം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 14 വർഷം രാമൻ വനവാസത്തിന് പോകണം എന്നായിരുന്നു ആ ഒരു വരം ആവശ്യപ്പെട്ടത്. 2ാമത്തെ വരം വേണ്ടാന്ന് വെക്കണം എന്ന് കൈകേയിയോട് ദശരഥൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ വരമല്ലേ, അത് ഭരതനെ ആക്കിയാലും ശ്രീരാമനെ ആക്കിയാലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ശ്രീരാമൻ അത് വിഷമാവൊന്നുമില്ല. രാമൻ ധർമ്മിഷ്ഠനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്കൊന്നും പോവില്ല. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷെ എൻ്റെ രാമനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിച്ചുകൂട്ടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ രാമനെ പറഞ്ഞയക്കാൻ പറയരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് പട്ടാഭിഷേക വാർത്ത വന്നതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരെയും ദശരഥ മഹാരാജാവിനെയും ഒക്കെ നമസ്കരിക്കാനായിട്ട് ശ്രീരാമദേവൻ ആദ്യം കൗസല്യയെ പോയി കണ്ട് നമസ്കരിച്ച് കൈകേയി മാതാവിനെ നമസ്കരിക്കാനായിട്ട് വരുന്ന സമയത്താണ് അവിടെ അച്ഛനും കൈകേയി മാതാവും കൂടി സംസാരിക്കുന്നത് ശ്രീരാമദേവൻ കേൾക്കാനിടയായത്. ഇങ്ങനെ ഒരു വരം ആവശ്യപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ വല്ലാതെ എന്താ പറയുക മനോവിഷമം അനുഭവിക്കുന്നത് ശ്രീരാമദേവൻ അറിയാനിടയായി. അദ്ദേഹം ഓവർ ഹിയർ ചെയ്തതാണ് കേട്ടോ. അതായത് അദ്ദേഹം അങ്ങോട്ട് കടക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് കേൾക്കാനിടയായതാണ്. അല്ലാതെ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം അത് കേട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ നൽകിയ വാക്ക് പാലിക്കാൻ ഞാൻ ഉറപ്പായിട്ടും നാളെ രാവിലെ തന്നെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്ന്. ഇത് കേട്ട ദശരഥൻ മഹാരാജാവ് പറഞ്ഞു, ഉണ്ണിയരുതേ, ഇങ്ങനൊരു തീരുമാനം എടുക്കരുതേ, അച്ഛൻ ഇതിനൊരു പരിഹാരം കണ്ടോളാം, ഉണ്ണി ഇതിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് കരയാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം കേട്ടില്ല. എൻ്റെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മകൻ എന്ന നിലയിൽ പാലിക്കപ്പെടേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാട്ടിൽ പോകാൻ തീരുമാനിച്ചു. ഇത് കേട്ട സമയത്ത് കൗസല്യാദേവിയോ സുമിത്രാദേവിയോ ഒന്നും കരയുകയല്ല ഉണ്ടായത്. അവരൊക്കെ രാജമാതാക്കന്മാരാണ്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു എന്താ പറയുക വിൽ പവർ ഉണ്ട്.
അതുകൊണ്ട് തന്നെ അടുത്ത നടപടി എന്താണ് എന്ന് ആലോചിക്കുകയാണ് ചെയ്തത്. സീതാദേവി പറഞ്ഞു, അങ്ങ് ഇങ്ങനെ കാട്ടിൽ പോയിരിക്കുന്ന സമയത്ത് ഞാനിവിടെ രാജകീയ സുഖങ്ങളോടുകൂടി എനിക്ക് രാജകൊട്ടാരത്തിൽ കഴിയണ്ട. എൻ്റെ പാതിവൃത്യം എനിക്ക് തെളിയിച്ചേ പറ്റൂ. ഞാൻ എന്തായാലും എൻ്റെ പതിയോടൊപ്പം ഗമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്കിനി രാജകീയ സുഖ സൗകര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ശ്രീരാമദേവൻ സമ്മതിച്ചു. ആ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു, ഞാനും അങ്ങയെ അനുഗമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന്. അങ്ങനെ ലക്ഷ്മണനും ശ്രീരാമനും സീതയും ചേർന്നാണ് വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. 14 വർഷക്കാലമാണ് അവർ വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ആ സമയത്ത് സുമിത്രാദേവിയുടെ ഒരു മകനാണല്ലോ ലക്ഷ്മണൻ, അദ്ദേഹമാണല്ലോ പോവാൻ തീരുമാനിക്കണേ. സുമിത്രാദേവി ലക്ഷ്മണനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശിക്കുന്ന ആ ഒരു ഭാഗമാണ് വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ആ ശ്ലോകങ്ങളുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി ലക്ഷ്മണ, അങ്ങ് നാളെ മുതൽ ഏട്ടനെ അനുഗമിച്ച് കാട്ടിലേക്ക് പോവുകയാണല്ലോ. അങ്ങ് ഒരു കാര്യം ആലോചിക്കണം. കാടും അയോധ്യയും ഒന്നാണ് എന്ന് വിചാരിക്കണം. ഒരിക്കലും എനിക്ക് ഇത് നഷ്ടപ്പെട്ടുല്ലോ, എനിക്ക് രാജകീയ സൗകര്യങ്ങളിൽ കഴിയാൻ സാധിച്ചില്ലല്ലോ എന്ന ഒരു മനോവിചാരം അങ്ങേക്ക് ഉണ്ടാവരുത്. പകരം അങ്ങ് ഏട്ടന് വേണ്ട സംരക്ഷണങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഏട്ടൻ്റെ കൂടെ എവിടെയാണോ നിൽക്കുന്നത് അത് അയോധ്യാപുരിക്ക് സമമാണ് എന്ന് ധരിക്കണം എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദശരഥ മഹാരാജാവ് തന്നെയാണ് ശ്രീരാമൻ. അതായത് അങ്ങയുടെ അച്ഛന് തുല്യമാണ് ഏട്ടൻ. അതുകൊണ്ട് അച്ഛനെ പോലെ തന്നെ ബഹുമാനം ഏട്ടന് നൽകണം എന്ന്. ഇതേപോലെ തന്നെ ഞാൻ തന്നെയാകുന്നു ജാനകി. അതായത് എന്നെ അങ്ങ് എങ്ങനെയാണോ കാണുന്നത്, ഉണ്ണി എങ്ങനെയാണോ അമ്മയെ കാണുന്നത്, അതേപോലെ തന്നെയാണ് സുമിത്രയെ പോലെ തന്നെയാണ് സീതാദേവിയെ അങ്ങ് കാണേണ്ടത്. അതല്ലാതെ അധിക സ്വാതന്ത്ര്യം എടുക്കരുത് എന്നും മറ്റു തരത്തിലുള്ള ഒരു മനോവിചാരങ്ങളും ഉണ്ടാവരുത് എന്നും പ്രത്യേകം സുമിത്ര ഒരമ്മ എന്ന നിലയിൽ ഏറ്റവും നല്ല ഉപദേശം ലക്ഷ്മണകുമാരന് നൽകുകയാണ്. ലക്ഷ്മണൻ അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് മറ്റൊരു തെളിവ് ശ്രീ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? സീതയെ അപഹരിച്ചു കൊണ്ടുപോയില്ലോ രാവണൻ. ആ സമയത്ത് സീതാദേവി എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന ഒരു സൂചന എന്ന നിലയിൽ ശ്രീരാമദേവൻ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ഓരോ ആഭരണങ്ങൾ ഊരി താഴേക്ക് ഇടുന്നുണ്ട്, ആ വഴി മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ താഴേക്കിട്ട ആഭരണങ്ങളെല്ലാം വാനരസേനയ്ക്ക് ലഭിക്കുകയും അവർ അത് ശ്രീരാമദേവനോട് ചോദിച്ചിട്ട് ഇത് സീതാദേവിയുടെ ആണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രീരാമദേവന് അതൊന്നും മനസ്സിലാവണില്ല. കാരണം സീതയെ കാണാനില്ല എന്ന പരിഭ്രമത്തിൽ അദ്ദേഹത്തിന് ഒന്നും സ്ഥലകാലബോധം തന്നെ കുറച്ചു കാലത്തേക്ക് ഇല്ലാതായി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ലക്ഷ്മണൻ പറയുന്നുണ്ട്, എനിക്ക് കാതിലണിയുന്ന ഈ ആഭരണം ആരുടേതാണെന്ന് അറിയില്ല, കർണാഭരണം അറിയില്ല, അതുപോലെ തന്നെ കഴുത്തിലെ ആഭരണങ്ങൾ അറിയില്ല, വളയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ പാദസരം അല്ലെങ്കിൽ കാലിൽ അണിയുന്ന ഈ ആഭരണം ഉണ്ടല്ലോ, ഇത് സീതാദേവിയുടെ ആണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ മറ്റൊന്നും കണ്ടിട്ടില്ലെങ്കിലും സീതാദേവിയുടെ പാദ നമസ്കാരം എല്ലാ ദിവസവും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പാദത്തിലണിയുന്ന ആഭരണം സീതാദേവിയുടെയാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, മുഖമുയർത്തി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ ഏടത്തിയെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകിക്കൊണ്ട് ഒരു സേവകനെ പോലെ ആയിരുന്നു ലക്ഷ്മണൻ അത്രയും കാലം കഴിച്ചു കൂട്ടിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം കേട്ടോ. ഇന്നലത്തെ ചോദ്യത്തിലൂടെ നമുക്ക് ഇത്രയും രാമായണ കഥകൾ അനുസ്മരിക്കാൻ സാധിച്ചു. ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള രാക്ഷസന്മാർ ആരൊക്കെയാണ്? ഏത് രാക്ഷസന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ ശ്രീരാമനെ കൊണ്ടുപോയത്?
ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോയത്, തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ശിലാരൂപത്തിലുള്ള ആർക്കോ ശ്രീരാമദേവൻ മോക്ഷം നൽകിയിട്ടുണ്ട്, ശാപമോക്ഷം നൽകിയിട്ടുണ്ട്. അത് ആരാണ് അവരെ ശപിച്ചത്, എന്തുകൊണ്ട്? ഇത്രയും ചോദ്യങ്ങളാണ് കേട്ടോ ഇന്നുള്ളത്. ആരെയാണ് ശിലയായി പോകട്ടെ എന്ന് ആരാണ് ശപിച്ചത് എന്നതാണ് ചോദ്യം. അതുപോലെ തന്നെ ശപിക്കാനുള്ള കാരണം എന്താണ് എന്നും, വിശ്വാമിത്ര മഹർഷി എന്തുകൊണ്ടാണ് രാമലക്ഷ്മണന്മാരെ കൂടെ കൂട്ടിയത്, ഏത് രാക്ഷസന്മാരാണ് അവരുടെ തപസ്സിനെ വിഘ്നം വരുത്തുന്നത്, അല്ലെങ്കിൽ യജ്ഞത്തിനെ യാഗത്തിനെ വിഘ്നം വരുത്താൻ തീരുമാനിച്ചത്, ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം എല്ലാവരും തരും എന്ന് വിചാരിക്കുന്നു. അറിയുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യൂ. പൊതുവെ കുറച്ച് കമൻറ്റ് കുറവുണ്ട് കേട്ടോ. നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ കമൻറ്റ് ചെയ്യണില്ലയോ തോന്നുന്നു. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളല്ലേ, ശ്രീജ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നാരായണീയം എഴുതാൻ ഒരു നോട്ട്ബുക്ക് 240 പേജിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എഴുതാൻ തുടങ്ങി, പക്ഷേ എനിക്കൊരു വിഷമം, ഇതിൽ 100 ദശകം എഴുതാൻ സാധിക്കുമോ എന്ന്. ഒരു ദശകത്തിന് ഞാൻ 3 പേജ് വീതമാണ് എടുക്കുന്നത്. അപ്പോൾ തന്നെ അത് തികയില്ലല്ലോ. ഞാൻ ഓൾറെഡി 4 ദശകം എഴുതി. ഞാൻ ഇനി നോട്ട്ബുക്ക് മാറ്റി 300 പേജിൻ്റെ വാങ്ങി റീസ്റ്റാർട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇതിൽ തികയില്ലല്ലോ എന്നൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് എന്ന്. തികഞ്ഞില്ലെങ്കിൽ നമുക്ക് 2 പുസ്തകങ്ങളിലായിട്ട് എഴുതാം കേട്ടോ. അതുകൊണ്ടൊരു കുഴപ്പമില്ല. 2 പുസ്തകങ്ങളും കൂടി ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ മതി. സമർപ്പിക്കാനല്ലേ ഉദ്ദേശിക്കണേ. അപ്പോൾ 2 പുസ്തകങ്ങളായിട്ട് സമർപ്പിക്കാം. ഇനി അതല്ല, ഒറ്റ പുസ്തകത്തിൽ തന്നെ സമർപ്പിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വേറെ പുസ്തകം വാങ്ങി എഴുതാം. അതിലും വിരോധമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. ഇതൊന്നും ഗുരുവായൂരപ്പൻ കണക്കാക്കില്ല. എഴുതുന്ന സമയത്തുള്ള നമ്മളുടെ മനോവിചാരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോട് ഡെഡിക്കേറ്റഡ് ആയിട്ടല്ലേ ഇത് ചെയ്യുന്നതെന്ന് മാത്രമേ നോക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും, അയ്യോ എൻ്റെ മനസ്സിൽ വേറെ ചിന്തകൾ വരുന്നു. അതല്ല ഉദ്ദേശിച്ച്, നമ്മൾ എന്ത് ഭക്തിപരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതുകൊണ്ട് ഭഗവാനോട് നമുക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നുണ്ടോ, അതാണ് ചോദ്യം. നമ്മൾ കുറച്ചൊരു 10 നാമേ ജപിച്ചുള്ളൂ. ആ 10 നാമം കൊണ്ട് ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ എല്ലാം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ചെയ്യുക. ഞാൻ ഇന്ന് അമ്പലത്തിലിരിക്കുമ്പോഴാണ് എൻ്റെ ബ്ലൗസ് തുന്നി കിട്ടിയിട്ടില്ലല്ലോ പുതിയത്, അതെന്നാണ് കിട്ടുക എന്നൊക്കെ ആലോചിക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, ഈശ്വരാ ഇവിടെ വന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കണേ. അല്ല, നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ അത്രയൊന്നും കഴിവുള്ള ആൾക്കാരല്ല നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ ആരും അല്ലേ. അപ്പോൾ നമ്മൾ ഒതുങ്ങി എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യാണ്. നമ്മൾ ആ മനസ്സിനെ പിടിച്ച് കെട്ടി ഗുരുവായൂരപ്പനിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പതുക്കെ ശരിയായി വരും. ചില അമ്മമാർക്കൊക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. 10-60 വയസ്സിലും മേലെയുള്ള അമ്മമാരാണെങ്കിൽ ചിലപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കാം. മുത്തശ്ശിമാരായിട്ടുള്ള അമ്മമാരാണെങ്കിൽ ജീവിതത്തിലെ പ്രാരബ്ധങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഗുരുവായൂരപ്പനെ കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി എന്നുള്ള അമ്മമാരും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. നമ്മൾക്ക് എത്താൻ കുറച്ചും കൂടി സമയം വരുമായിരിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ചെറിയ കാര്യങ്ങളാണ്, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. പൊന്നുണ്ണിക്കണ്ണ എന്ന ഐഡിയിൽ നിന്നാണ്. ചേച്ചി നമസ്കാരം. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയെ കാണാൻ എങ്ങനെയാണ് സാധിക്കുക? സ്ഥലവും സമയവും പറയണേ, മറുപടി തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേൽശാന്തി മുറിയിൽ പോയിട്ട് നമുക്ക് മേൽശാന്തിയെ കാണാം. മേൽശാന്തി മുറി എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് തന്നെ ചുറ്റമ്പലത്തിൽ വടക്ക് വശത്ത് ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് ചോറൂണൊക്കെ നടക്കുന്ന ആ ഹാളിൻ്റെ ആ ഫ്ലോറിലാണ് മേൽശാന്തി മുറി എന്ന് പറയുന്നത്. പക്ഷെ അതിലൂടെ പോയാൽ, ചോറൂണ് നടക്കുന്ന ആ ഭാഗത്തു കൂടെ പോയാൽ നമുക്ക് മേൽശാന്തി മുറിയിൽ എത്താൻ പറ്റില്ല. മേൽശാന്തി മുറിയിലേക്ക് എന്ന് പറഞ്ഞ് തന്നെ ഒരു സെപ്പറേറ്റ് ഗോവണിയുണ്ട്. അതിലൂടെ കയറിയാലാണ് നമുക്ക് മേൽശാന്തി മുറിയുടെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് എത്താൻ പറ്റുക. അവിടെ ഓൾറെഡി ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ ആരും ഇല്ല വെച്ചാൽ അവിടെ കോളിംഗ് ബെല്ലുണ്ട്. അവിടെ അടിച്ചു കഴിഞ്ഞാൽ മേൽശാന്തിയുടെ ശിഷ്യന്മാരിൽ ആരെങ്കിലും വാതിൽ തുറക്കും. അദ്ദേഹത്തിനെ ഏത് സമയത്താണ് കാണാൻ സാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അല്ല നമ്മൾ പ്രദക്ഷിണമൊക്കെ വെച്ച് ആ പറഞ്ഞ സമയത്തേക്ക് എത്തിയാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും മേൽശാന്തിയെ കാണാൻ പറ്റുമോ ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും മേൽശാന്തിയെ കാണാം. ഏത് സമയത്താണ് മേൽശാന്തി അവിടെ ഉണ്ടാവുക ചോദിച്ചാൽ ഉച്ചപൂജ കഴിഞ്ഞ് 12:30-ക്ക് ശേഷം 2 മണി വരെയുള്ള സമയമാവും ആപ്റ്റായിട്ട് ഉണ്ടാവുക എന്ന് തോന്നുന്നു. അടുത്തതായിട്ട്
അനുശ്രീ ഹരിദാസൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, ഞാൻ വലിയ വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ മകൻ വിദേശത്താണ്. അവന് നല്ല ജോലിയുണ്ട്. പക്ഷെ അവന് മനസ്സിന് പിടിച്ചാൽ കിട്ടുന്നില്ലെന്ന് പറയുന്നു. കുട്ടിക്കൊരു സമാധാനവുമില്ല. അതുകൊണ്ട് തന്നെ ജോലിയിൽ ശ്രദ്ധയും കിട്ടുന്നില്ല. ഫുഡും നേരെ ഉണ്ടാക്കാനും കഴിക്കാനും ഒന്നും കഴിയുന്നില്ല. ഒരമ്മയുടെ മനോവിഷമം എത്രത്തോളം എന്ന മോളെ നിന്നോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്തായാലും കുട്ടി, എനിക്ക് ഇതൊന്നും വേണ്ട പോലെ നമ്മുടെ കണ്ണനോട് പറയാനും പറ്റണില്ല. ഒന്ന് പറയാൻ വിചാരിച്ചാൽ മറ്റൊന്നായിരിക്കും മനസ്സിൽ വരിക. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 23 വയസ്സ് വരെ വളർത്തിയ ഈ ഞാൻ ഇതിൻ്റെ പേരിൽ എൻ്റെ വേണ്ടപ്പെട്ടവരെ വിഷമിപ്പിച്ചു കളയാതിരിക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ഒന്ന് ഭഗവാനോട് ചോദിക്കാമോ? ഞാൻ എന്ത് വേണമെന്ന്? ദയവായി ഒരു മറുപടി തരണേ. ഇനിയും ഇങ്ങനെ ഉരുകിത്തീരാൻ വയ്യ കുട്ടി. സവിത പറയുന്നത് എൻ്റെ കണ്ണനുണ്ണി പറയുന്നത് പോലെ തോന്നുന്നു. നമ്മളെ വിട്ട് മാറി നിൽക്കുമ്പോൾ കുട്ടികളെക്കുറിച്ച് നമുക്ക് നല്ല ടെൻഷനായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെയാണ് ഈ അമ്മ പറയുന്ന ടെൻഷൻ കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ 23 വയസ്സ് കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് കുറച്ച് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവട്ടെ. നമ്മളുടെ നാട് വിട്ടുപോയി, വീട് വിട്ടുപോയി, അതിൻ്റെയൊക്കെ ഒരു വിഷമം ഏത് പ്രായത്തിൽ പോയാലും കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അവൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അമ്മ ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങിയുണ്ടല്ലോ, അടുത്ത ഫ്ലൈറ്റും പിടിച്ച് കുട്ടി ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ അങ്ങനെയല്ലാതെ മോനെ അവിടെ സുഖമായിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പുതിയ കാര്യങ്ങളല്ലേ, അപ്പം മോനതൊക്കെ ആയിട്ട് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ കുറച്ച് ആശ്വസിപ്പിക്കൂ. അപ്പം നമ്മുടെ കുഞ്ഞുണ്ണിയെ മുറുകെ പിടിക്കൂ. അഹസ് വഴിപാട് ഷീട്ടാക്കിക്കോളൂ. ജോലിയിലുള്ള എന്ത് പ്രശ്നങ്ങൾ മാറാനും അഹസ് വഴിപാട് ഷീട്ടാക്കുന്നത് വളരെ നല്ലതാണ്. മിക്കവാറും ദേവസ്വത്തിലെ ആൾക്കാർ എന്നെ ഓടിച്ചിട്ട് തല്ലാനുള്ള സാധ്യതയുണ്ട്. അഹസ് വഴിപാടിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടുന്നു എന്നൊരു ആക്ഷേപം എൻ്റെ തലയിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടനോട്, അജയേട്ടനോടൊക്കെ പറയുന്നുണ്ട്, വീട്ടിൽ പോയി മര്യാദയ്ക്ക് അനിയത്തിയോട് പറഞ്ഞോളൂ, അഹസ് എന്ന് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ജോലി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും അഹസ് വഴിപാട് ഷീട്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അഹസ് വഴിപാട് ഷീട്ടാക്കിക്കോളൂ. ഒപ്പം മോന് വേണ്ട കോൺഫിഡൻസ് കൊടുക്കേണ്ട അമ്മ ഇങ്ങനെ തളർന്നു പോകാൻ പാടില്ല കേട്ടോ. നാരായണീയത്തിലെ ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചോളൂ. എവിടെയും തോറ്റു പോകരുതേ എൻ്റെ മകന് പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. 82ാമത്തെ ദശകമാണ് കേട്ടോ ബാണയുദ്ധം പറയുന്നത്. അടുത്തതായിട്ട് പലതവണ ഗുരുവായൂർ പോയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ വായിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യമുള്ളൂ. ഇടയ്ക്ക് ഞാൻ ഏതൊക്കെയോ ചോദ്യം വിട്ടുപോയിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ട് ഷോർട്സ് ആക്കി ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും കൊണ്ട് അടുത്ത ദിവസം വരാം കേട്ടോ. ഒറ്റ ചോദ്യം കൂടി പറയട്ടെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വേലിയോത്ത് പുഷ്പാഞ്ജലി ഉണ്ട് എന്നറിഞ്ഞു. ഓൺലൈനിൽ നോക്കിയപ്പോൾ അത് അവൈലബിൾ അല്ല. എൻ്റെ മകന് വേണ്ടിയാണ്. 31 വയസ്സായി, വിവാഹം 3 വർഷമായി നോക്കുന്നു. സവിത പറഞ്ഞതുപോലെ 2 മാസം താമ്പൂലം വഴിപാട്, സ്വയംവരം, കൃഷ്ണനാട്ടംകളി എല്ലാം ചെയ്തു. വേലിയോത്ത് പുഷ്പാഞ്ജലി ചെയ്തു തരുമോ? പൈസ അയച്ചു തരാം. അവിനാഷ് ജ്യോതി എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. സവിതയോ കൃഷ്ണാരി മിത്രമോ ഒരു തരത്തിലുള്ള പണമിടപാടുകളും ചെയ്യുന്നതല്ല. അത് ഒന്നാമത്തെ കാര്യം. എൻ്റെ അടുത്ത് ചോദിക്കുകയേ ചെയ്യരുത് വഴിപാട് ചെയ്തു തരുമെന്ന്. ഞാൻ ചെയ്ത് കൊടുക്കുന്നതല്ല കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് പണമിടപാട് നടത്താൻ വളരെയധികം പേടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് വഴിപാടുകൾ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ വഴിപാട് ബുക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. രണ്ടാമത്, വേലിയോത്ത് പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ല. ഇത് ഏത് സോഴ്സിൽ നിന്നാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. പലരും എൻ്റെ അടുത്ത് ഇപ്പോൾ വന്ന് ചോദിക്കുന്നുണ്ട്, സവിത യൂട്യൂബിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എവിടെയും. വേലിയോത്ത് പുഷ്പാഞ്ജലി വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലുണ്ടെന്ന് ഞാൻ കേട്ടു ഈ അടുത്ത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. വേലിയോത്ത് ചൊല്ലി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വിവാഹം നല്ല അനുരൂപനും അനുകൂലനും ആയിട്ടുള്ള, അല്ലെങ്കിൽ അനുരൂപയും അനുകൂലയും ആയിട്ടുള്ള വധുവിനെയോ വരനെയോ ലഭിക്കാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു വഴിപാടേ അല്ല കേട്ടോ. അതുകൊണ്ടാണ് അത് ആ വഴിപാട് ലിസ്റ്റിൽ കാണാത്തത്. അപ്പോൾ ഇനി എന്ത് വഴിപാട് ചെയ്യണമെങ്കിലും നിങ്ങൾ നേരിട്ടോ അതല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ ചെയ്തോളൂ. എനിക്ക് ചെയ്തു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അനേകം ഉത്തരവാദിത്വങ്ങൾ ഞാൻ അല്ലാതെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് സവിതയ്ക്ക് ഇന്ന് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണതല്ലേ, ഒന്ന് ഷീട്ടാക്കി കൊടുത്താൽ ഇത്രയൊക്കെ ജാട കാണിക്കണോ എന്ന് ചോദിക്കുന്നവരോട്, എല്ലാ ദിവസവും ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ടോ, അപ്പോൾ ഞാൻ പൈസയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും, ഇപ്പോൾ ഇതൊക്കെ എഴുതിയെടുത്ത് കൊണ്ടുപോകണം. ആരുടെ പേരെന്താ, എത്ര രൂപ വഴിപാട് തന്നേക്കണം, അത്
നമ്മൾ എഴുതിയെടുത്ത് കൊണ്ടുപോകണം. പിന്നെ നിങ്ങൾക്കറിയോ ക്യൂ സിസ്റ്റം എത്രത്തോളം ഉണ്ടെന്ന്? ഓരോ വഴിപാട് ചെയ്യാനും അത്രയും നേരം നമ്മൾ വരിയിൽ നിൽക്കണം. ഇത്രയും നേരം ഞാൻ വരിയിൽ നിന്നാൽ പിന്നെ എൻ്റെ ഇല്ലത്ത് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ ലഞ്ച് ഉണ്ടാക്കാനോ ഒക്കെ എനിക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാൻ പറ്റുമോ? അതില്ലല്ലോ. അപ്പോൾ അത്രയും ടൈം എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓരോ വഴിപാടുകൾ ചെയ്യാനായിട്ട്. അത് പോട്ടെ എന്ന് വയ്ക്കാം, നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തോ അല്ലെ വരിയിൽ നിൽക്കണേ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഫിസിക്കലി ഈ ഷീറ്റ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രസാദം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഈ ഷീറ്റും കൊണ്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തേക്ക് വരണ്ടേ? എനിക്കൊരു ഓഫീസൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഈ വീഡിയോയിൽ മൊബൈലിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഓരോ ഭക്തർക്കും നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് തരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും, അതല്ലെങ്കിൽ വേറെ തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ രാവിലെ 7 മണിക്ക് എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല. കാരണം എൻ്റെ കുട്ടികളുടെ കൂടെയാണ് ഞാൻ ആ സമയത്ത് 8 മണി വരെ എൻ്റെ എന്താ പറയുക ലഹള കുട്ടികൾ നടപ്പാണ് ഇവിടെ നടക്കുക. കാരണം കുട്ടികളെ എണീപ്പിക്കണം, കുളിപ്പിക്കണം, യൂണിഫോം ഇടിക്കണം, മുടി കെട്ടിക്കണം. 8 വയസ്സായ കുട്ടി എൻ്റെ ചെറിയ കുട്ടി, 10 വയസ്സാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക്, 12 വയസ്സാണ് എൻ്റെ മൂന്നാമത്തെ കുട്ടിക്ക്. ഇവരെല്ലാ കാര്യങ്ങളും സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കാൻ പാടില്ല ഞാൻ ഒരമ്മ എന്ന നിലയിൽ. അപ്പോൾ അവരുടെ യൂണിഫോം അയൺ ചെയ്യുക, മുടി കെട്ടിക്കുക, പാത്രത്തിലാക്കുക, ലഞ്ച്, സ്നാക്സ്, വെള്ളം ഇതൊക്കെ അവർക്ക് എടുത്തു കൊടുക്കുക. അവരുടെ ബുക്സൊക്കെ അവരെടുത്ത് വെച്ചോളും, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും. കുറച്ചൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതേപോലെ 9 മണിക്ക് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കുന്ന സമയം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ആ സമയം ഞാൻ മനുവേട്ടൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അങ്ങനത്തെ തിരക്കായിരിക്കും. 9:30 അദ്ദേഹം പോയി കഴിഞ്ഞ് 10 മണിക്ക് ഞാൻ ഫ്രീ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് വീട്ടിൽ വേറെ ജോലികൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടമ്മമാരല്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയണേ. അപ്പോൾ ഞാൻ തിരക്കുള്ള ഒരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല പറയണേ. ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ ഉത്തരവാദിത്വം, അതും പണം വെച്ചിട്ടുള്ള ഉത്തരവാദിത്വം. ഇതിലിപ്പോൾ ഭക്തപ്രിയയുടെ ബാക്കിൽ എല്ലാ വഴിപാട് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ആ വഴിപാട് ലിസ്റ്റിൽ ചില തിരുത്തുകളുണ്ട്. അതിൽ അഴലിന് 30 രൂപ എന്ന് എഴുതിയിരിക്കണം, 40 രൂപയാണ് ഇപ്പോൾ ശരിക്കും അഴലിന്. അപ്പോൾ അവരത് തിരുത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വഴിപാട് ലിസ്റ്റ് നോക്കുമ്പോൾ 30 രൂപ ഉള്ളതിന് പകരം സവത്ത് 40 രൂപ എന്ന് പറഞ്ഞു. അവിടെ 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ കള്ളത്തിയാവോ? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്, എനിക്ക് പണമിടപാടുകൾ ഭയമുള്ള കാര്യമാണ്. അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വഴിപാടുകൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ സവിത പ്ലീസ് ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആകെ പേടിയാവും. ഗുരുവായൂരപ്പൻ്റെ കാര്യം, ഒരു വഴിപാട് ചെയ്യാൻ ഇതെനിക്ക് പറ്റില്ല എന്ന് പറയാൻ ഞാൻ അങ്ങനെ പറയാൻ പാടുമോ എന്ന് എനിക്കൊരു ഭയം വരും. അപ്പോൾ അങ്ങനെ എന്നെ ഭയപ്പെടുത്തരുത് പ്ലീസ്. ഇതെല്ലാവരോടും കൂടിയുള്ള അപേക്ഷയാണ്. എൻ്റെ ഒരു നിത്യത വഴിപാടുണ്ട്, മാസം വഴിപാട് നിത്യമായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് വഴിപാടുകളുണ്ട്. അത് തന്നെ മറന്നുപോയിട്ട് ഞാൻ ഭഗവാനോട് പാഠ്യപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഉണ്ണീകൃഷ്ണ, ഞാൻ ഈ മാസം 31 ഞാൻ ഷീട്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത മാസം 31 എനിക്ക് ഷീട്ടാക്കണം, എന്നാലേ എൻ്റെ മന്ത്ലി ആ കറക്റ്റായിട്ട് പോകുള്ളൂ. അതിന് പകരം അടുത്ത മാസം 8 ഞാൻ ഷീട്ടാക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത മാസം 8 ഞാൻ ഷീട്ടാക്കുക. കാരണം ആ 8 ദിവസം അത് മറന്നുപോയി. അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണോ നിങ്ങൾ ഇത്രയും ഉത്തരവാദിത്വപ്പെട്ട് അവർക്ക് ജോലി ഏൽപ്പിക്കുന്നത്? ഒട്ടും ശരിയാവില്ല. അതുകൊണ്ട് ആരും അങ്ങനെ പറയരുത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളെ കാണാൻ നാളെ ഗുരുവായൂരപ്പൻ അനുവദിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിനായിട്ട് വരണമേ. തുൽപ്രസാദായ ഭൂയാൽ ഹരേ ഗുരുവായൂരപ്പ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.